നമസ്കാരം. ഇന്ത്യയെ ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ സൈന്യം നടത്തിയ ആക്രമണം തകർത്തതിൻ്റെ ആധികാരിക വിവരങ്ങൾ ആണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ ആത്മാഭിമാനത്തിനേറ്റ വലിയ മുറിവായിരുന്നു പഹൽഗാം ഭീകരാക്രമണം. 2025 ഏപ്രിൽ 22 കശ്മീരിലെ പഹൽഗാമിൽ വിനോദസഞ്ചാരികൾക്ക് നേരെ നടന്ന ഭീകര ആക്രമണത്തിൽ 26 പേരാണ് മരണപ്പെട്ടത്. പാക് ഭീകര സംഘടനയായ ലഷ്കർ ഇ തോയ്ബയുമായി ബന്ധമുള്ള ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് ആയിരുന്നു ആക്രമണത്തിന് പിന്നിൽ. പഹൽഗാം ഭീകരാക്രമണത്തിന് പാകിസ്ഥാനിലെ തീവ്രവാദ ആസ്ഥാനങ്ങൾ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടായിരുന്നു ഇന്ത്യയുടെ മറുപടി. മാത്രമല്ല, സിന്ധു നദീജല കരാർ അടക്കം മരവിപ്പിച്ചുകൊണ്ട് ഇന്ത്യ അപ്രതീക്ഷിത നയതന്ത്ര യുദ്ധവും നടത്തി. പാകിസ്ഥാൻ ഇത് വലിയ നാണക്കേടാണ് ഉണ്ടാക്കിയത്. ഇന്ത്യൻ സേന നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ ദൗത്യത്തിന് മറുപടിയായി പാകിസ്ഥാൻ ഉറി ജലവൈദ്യുത നിലയം ലക്ഷ്യമിട്ട് ആക്രമണം നടത്തുകയായിരുന്നു. സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് അഥവാ CISF ആണ് പാകിസ്ഥാന്റെ ആ ആക്രമണം തകർത്തത്. CISF ആസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം നടന്ന ചടങ്ങിൽ ഉറി ജലവൈദ്യുത പദ്ധതികളിൽ ആക്രമണം ഉണ്ടായ രാത്രിയിൽ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന 19 ഉദ്യോഗസ്ഥർക്ക് ഡയറക്ടർ ജനറലിന്റെ ഡിസ്ക് സമ്മാനിച്ചു. നിർണായക ദേശീയ ആസ്തികളുടെയും സമീപവാസികളുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിൽ CISF ഉദ്യോഗസ്ഥരുടെ ജാഗ്രതയും ധീരമായ ഇടപെടലുകളും നിർണായകമായതിനാണ് ഉദ്യോഗസ്ഥരെ ആദരിച്ചത്. നിയന്ത്രണ രേഖയ്ക്ക് സമീപമുള്ള അതീവ പ്രാധാന്യമുള്ള സ്ഥാപനങ്ങൾക്ക് നേരെ അതിർത്തി കടന്നുള്ള ഷെൽ ആക്രമണവും ഡ്രോൺ ഭീഷണിയും ഉണ്ടായിട്ടും സൈനികർ ശത്രു ഡ്രോണുകളെ നിർവീര്യമാക്കുകയും സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്തുവെന്നാണ് ഇവരെ ആദരിച്ചുകൊണ്ട് സേനാ വിഭാഗം നടത്തിയ പ്രതികരണം. വെടിയച്ചകൾക്കിടയിലും 250ഓളം സാധാരണക്കാരെ സുരക്ഷിതമായി ഒഴിപ്പിക്കാനും ഇവർക്ക് സാധിച്ചു. ഈ ധീരമായ പ്രവർത്തനങ്ങൾക്കാണ് 19 CISF ഉദ്യോഗസ്ഥർക്ക് ഡയറക്ടർ ജനറലിന്റെ ഡിസ്ക് പുരസ്കാരം നൽകിയത്. ഇതോടെയാണ് പാക് സൈന്യത്തിന്റെ ആക്രമണം തകർത്ത വിവരം പുറം ലോകം അറിയുന്നത്. 2025 മെയ് 6 തീയതികളിൽ രാത്രി സമയത്തായിരുന്നു പാകിസ്ഥാന്റെ ഭീരുത്വം നിറഞ്ഞ ആ ആക്രമണം. ആക്രമണത്തിൽ ഉറി ജലവൈദ്യുത നിലയത്തിന് കേടുപാടുകളൊന്നും ഉണ്ടായിട്ടില്ല എന്നും CISF പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുകയാണ്. പാകിസ്ഥാനിലെ തീവ്രവാദ ഒളിത്താവളങ്ങൾ ലക്ഷ്യമിട്ട് ഇന്ത്യൻ സൈന്യം നടത്തിയ ഓപ്പറേഷൻ സിന്ദൂരിന് പിന്നാലെ ആയിരുന്നു പാകിസ്ഥാൻ സൈന്യം ഇന്ത്യയുടെ പ്രദേശങ്ങളിലേക്ക് ആക്രമണം നടത്താൻ പദ്ധതിയിട്ടത്. പ്രത്യേകിച്ച് നിയന്ത്രണ രേഖയോട് ചേർന്നുള്ള ഉറി ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രൊജക്ട്സ് ഉൾപ്പെടെയുള്ള നിർണായക പദ്ധതികളെയും സമീപത്തെ ജനവാസ കേന്ദ്രങ്ങളെയും ലക്ഷ്യമിട്ട് കനത്ത ഷെൽ ആക്രമണമായിരുന്നു നടത്തിയത്. ആ കനത്ത വെടിവെപ്പിനിടയിലും കമാൻഡന്റ് രവി യാദവിൻ്റെയും ഡെപ്യൂട്ടി കമാൻഡന്റിൻ്റെയും നേതൃത്വത്തിലുള്ള CISF സംഘം ജലവൈദ്യുതി നിലയങ്ങളെ കേടുപാടുകൾ കൂടാതെ സംരക്ഷിച്ചു. ജനവാസ കേന്ദ്രങ്ങളെ സംരക്ഷിക്കാൻ അതിവേഗം നടപടികൾ സ്വീകരിച്ചു. ജലവൈദ്യുതി നിലയങ്ങളെ ലക്ഷ്യമിട്ടുള്ള ശത്രു ഡ്രോണുകളെ CISF സൈനികർ നിർവീര്യമാക്കി. ആയുധങ്ങൾ വേഗത്തിൽ വിന്യസിച്ച പ്രത്യാക്രമണത്തിന് തയ്യാറെടുത്തു. സാധാരണക്കാരെ പ്രദേശത്തു നിന്നും ഒഴിപ്പിച്ചതിലൂടെ നിരവധി ജീവനുകളും രക്ഷിച്ചു. കടുത്ത പ്രതിസന്ധി ഘട്ടത്തിലും നിർണായകമായ ഊർജ പദ്ധതികൾക്ക് കേടുപാടുകൾ സംഭവിക്കാതെ സംരക്ഷിക്കാൻ നമ്മുടെ സേനാ വിഭാഗത്തിന് സാധിച്ചു. ദേശീയ ആസ്തികൾക്ക് കാവൽ നിൽക്കുന്നതിനോടൊപ്പം കടുത്ത ഷെല്ലാക്രമണത്തിന് ഇടയിലും വലിയൊരു മാനുഷിക ദൗത്യം CISF സംഘം ഏറ്റെടുക്കുകയായിരുന്നു. വീടാന്തരം കയറിയിറങ്ങിയാണ് 250ഓളം സാധാരണക്കാരെ സുരക്ഷിതമായി ഒഴിപ്പിച്ചത്. CISFന്റെ ഈ ധീരപ്രവൃത്തി രാജ്യത്തിന്റെ ആത്മാഭിമാനത്തെ വാനോളം ഉയർത്തുകയാണ്. ജമ്മു കാശ്മീരിലെ ബാരാമുള്ളയിൽ ഝലം നദിയിൽ 2 ഘട്ടങ്ങളായുള്ള ഉറി ജലവൈദ്യുത പദ്ധതി അതിർത്തി പ്രദേശത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. 1997 കമ്മീഷൻ ചെയ്ത ഉറി 1ന് 480 മെഗാവാട്ട് ശേഷിയും ഉറി 2വിന് 240 മെഗാവാട്ട് ശേഷിയുമാണ് ഉള്ളത്. 2014 ആയിരുന്നു ഉറി 2 കമ്മീഷൻ ചെയ്തത്. ഈ പദ്ധതികളെയാണ് പാകിസ്ഥാൻ സൈന്യം തകർക്കാൻ ശ്രമിച്ചത്. ഇന്ത്യക്ക്
വലിയ നാണക്കേടുണ്ടാക്കാമെന്ന പാകിസ്ഥാന്റെ ആ മോഹമാണ് നമ്മുടെ സുരക്ഷാ സേന നിഷ്പ്രയാസം നിലംപരിശാക്കിയത്.